കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾക്ക് വിരാമമിടാൻ ഇനി ഒരു മാസം തികച്ചില്ല. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നെങ്കിൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഗൈഡ് തന്നെയായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഹീറോസിനെ കുറിച്ചും എൻഡ് ഗെയിമിന് ശേഷം നടക്കാൻ പോകുന്ന മൂവികൾക്ക് വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചുമാണ്. അതായത് ഫേസ് 4 ഇൻഫിനിറ്റി സാഗയുമായിട്ടുള്ള കണക്ഷൻ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഇൻഫിനിറ്റി സാഗ എന്ന് പറഞ്ഞിരുന്നു. അത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇതുവരെ വന്ന മാർവൽ ഫേസ് 3 വരെയുള്ള മാർവൽ മൂവീസ്, അതായത് എൻഡ് ഗെയിം വരെയുള്ള മൂവീസിന് മാർവൽ നൽകിയ പേരാണ് ഇൻഫിനിറ്റി സാഗ. അത് കെവിൻ ഫേജ് ആണ് അനൗൺസ് ചെയ്തത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കെവിൻ ഫേജ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻഡ് ഗെയിമിന് ശേഷം വരാൻ പോകുന്ന മാറ്റങ്ങളും എൻഡ് ഗെയിമിൽ നമ്മൾ നേരിടാൻ പോകുന്ന നഷ്ടങ്ങളും സത്യമാണെന്നാണ്. ഇതിനർത്ഥം കുറച്ച് ഹീറോസിനെ നമ്മൾക്ക് നഷ്ടപ്പെടും എന്നത് തന്നെയാണ്. ഇത് പറയാനുള്ള കാരണവും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ക്യാപ്റ്റൻ അമേരിക്കയുടെയും അയൺമാൻ്റെയും കോൺട്രാക്റ്റ് തീർന്നതായി അറിയിച്ചിരുന്നു. ഇനി അവർക്കൊരു മൂവി കൂടി വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മാർവൽ ഈ ക്യാരക്ടറിനെ ക്ലോസ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇതിന് പുറമെ 2 ഹീറോസിനെയും കൂടി നമുക്ക് നഷ്ടമായേക്കാം. വേറെ ആരുമല്ല, നമ്മുടെ തോറും നെബുലയുമാണത്. ഇതിനോടകം തന്നെ ക്യാപ്റ്റനും അയൺമാനും തോറും കൂടിയാണ് ലൈഫ് സാക്രിഫൈസ് ചെയ്ത് പ്രപഞ്ചത്തെ രക്ഷിക്കുന്നതെന്ന് തിയറി വന്നിട്ടുണ്ട്. ഇത് മിക്കവാറും സത്യമാകാൻ ചാൻസ് ഉള്ള ഒരു തിയറിയാണ്. ഈ 3 ക്യാരക്ടറും മാർവലിൽ നിന്ന് പുറത്തു പോകാൻ പോവാണെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ക്യാപ്റ്റൻ അമേരിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന പദവി നിലനിർത്തണമെങ്കിൽ മാർവലിന് ക്യാപ്റ്റൻ അമേരിക്കയെ കൊന്നേ പറ്റൂ. കാരണം സിവിൽ വാറിൽ അദ്ദേഹത്തിനെ ഒരു കുറ്റക്കാരനായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടത്. അതിൽ നിന്നും ഒരു മാറ്റം വരുത്താനായി ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക നാടിനെ രക്ഷിക്കാൻ വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ ഒട്ടും മടിക്കാത്ത ആളാണെന്ന് നമുക്ക് ഫസ്റ്റ് അവഞ്ചറിലൂടെ മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതോടെ വീണ്ടും ഒരു ലെജൻഡ് പദവിയിലേക്ക് ക്യാപ്റ്റൻ അമേരിക്കയെ ഉയർത്തുകയും ചെയ്യും. അയൺമാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവൻ സാക്രിഫൈസ് ചെയ്ത് ലോകത്തെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അയൺമാനും ഒട്ടുമടിക്കില്ല. അത് നമ്മൾ അവഞ്ചേഴ്സ് അസംബ്ലിൻ്റെ ക്ലൈമാക്സിലൂടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹവും ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് തോറിനെ കുറിച്ചാണ്. തോർ മരിക്കുമെന്നുള്ള തിയറി അധികം ആളുകളും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഈ തിയറിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, തോർ ഒരു ഗോഡല്ലേ, പിന്നെ എങ്ങനെയാണ് തോർ മരിക്കുന്നതെന്ന്. അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ കെവിൻ ഫേജിൻ്റെ വാക്കുകളാണ്. ഇതുവരെ MCUവിൽ വന്നിട്ടുള്ള ഒരു ഹീറോസും ഇമ്മോർട്ടൽ അല്ല എന്ന് കെവിൻ ഫേജ് പറഞ്ഞിട്ടുണ്ട്. ഈ മൂവിയിൽ തോർ മരിച്ചാൽ പിന്നീട് ഒരിക്കൽ റൂൺ കിങ് തോറായിട്ട് തിരിച്ചു വരാനും സാധ്യതകളുണ്ട്. ഇതിലൂടെ തോർ മരിക്കുമെന്ന് ഉറപ്പിച്ച് പറയല്ല, തോർ മരിക്കാനും പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നെബുലയെക്കുറിച്ചാണ്. നെബുല ഈ മൂവിയിൽ മരിക്കാനുള്ള സാധ്യതകൾ കുറവല്ല. മരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയല്ല, കാരണം നെബുല ഒരു റോബോട്ടാണ്, വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെബുല എന്ന ക്യാരക്ടറിനെ ചെയ്യുന്ന കാരൻ ഗില്ലൻ എംപയർ മാഗസീനായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. നെബുല എന്ന ക്യാരക്ടറിനെ തനിക്ക് വളരെയേറെ ഇഷ്ടമാണെന്നും ആ ക്യാരക്ടർ മാർവൽ ക്ലോസ് ചെയ്യുന്നതിൽ വളരെയേറെ വിഷമമുണ്ടെന്നും, എന്നാൽ എൻഡ് ഗെയിമിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം, അതായത് ആര് ചെയ്യുമെന്നതിൽ കൺഫ്യൂഷൻ നിലനിർത്തുന്ന ഒരു കാര്യം നെബുലയാണ് ചെയ്യുന്നതെന്നും അതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഇവർ പറഞ്ഞു. ഇത് വെച്ച് നോക്കുമ്പോൾ നെബുല സ്നാപ്പ് അൺഡു ചെയ്യാനും സാധ്യതയുണ്ട്. കോമിക്സിലും നെബുല തന്നെയാണ് സ്നാപ്പ് അൺഡു ചെയ്യുന്നത്. മൂവിയിൽ അങ്ങനെ വരാണെങ്കിൽ അത് മാർവലിന് നെബുല എന്ന ക്യാരക്ടറിനോട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം കൂടിയാണ്. കാരണം വില്ലനായി വന്ന് പാവമായിട്ടും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടാൻ പറ്റിയ ഒന്നും നെബുലയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സീൻ നെബുലയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ആ ഹീറോയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഹൈപ്പ് കൂടിയായിരിക്കും. എനിക്കത് നെബുല തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ സ്നാപ്പ് അൺഡു ചെയ്യുമ്പോൾ നെബുല മരിക്കാനും വളരെയേറെ സാധ്യതയുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഒറിജിനൽ 6 അവഞ്ചേഴ്സിനാണ് കൂടുതൽ സ്ക്രീൻ ടൈം എന്നും കെവിൻ ഫേജ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിക്കാനും സാധ്യതകളുണ്ട്. ഇനി നമുക്ക് MCUവിൻ്റെ ഫേസ് 4 മൂവീസിലേക്ക് കടക്കാം. ഇൻഫിനിറ്റി സാഗ എന്നറിയപ്പെടുന്ന മാർവലിൻ്റെ കഴിഞ്ഞ 22 മൂവീസിനും ഇനി വരാൻ പോകുന്ന മൂവികളായിട്ട് കണക്ഷനൊന്നും ഉണ്ടാവില്ല. അതായത് ഇതുവരെ വന്ന മൂവി ഒന്നൊന്നായി റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഫേസ് 4 നടക്കുന്നത് എന്നതിനുപരി ഇൻഫിനിറ്റി സാഗയുമായി യാതൊരു ബന്ധവും അപ്കമിങ് മൂവീസിനുണ്ടാവില്ല. അതായത് എൻഡ് ഗെയിമിന് ശേഷം വരാൻ പോകുന്ന മൂവിക്ക് കണക്ഷൻ ഉണ്ടാകില്ല. ചിലപ്പോൾ ഒറിജിനൽ 6 അവഞ്ചേഴ്സിനെ കുറിച്ച് പറയുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസും മറ്റും ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നതോ അങ്ങനെ വല്ല സീൻസോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും അവരുമായി കണക്ഷൻ ഉണ്ടാകില്ല എന്നും കെവിൻ ഫേജ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വരാൻ പോകുന്ന ടീം മൂവി 3 വർഷത്തിന് ശേഷമായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ട നമ്മുടെ അവഞ്ചേഴ്സൊന്നും അതിലുണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഹോക്കയും ബ്ലാക്ക് വിഡോയും ഉണ്ടായേക്കാം. ഇനി ഒരിക്കലും നമ്മുടെ ഹീറോസിൻ്റെ മൂവീസൊന്നും കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. ഇനി വരാൻ പോകുന്ന ഹീറോസ് നിലവിലെ ഹീറോസിനേക്കാൾ ഒരുപാട് പവർഫുൾ ആണെന്നും കെവിൻ ഫേജ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ പറ്റിയുള്ള കമൻറ്റും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. Okay friends, see you next time with another video guys. This is Irsha signing off from Comics Gate.